യാത്രക്കാർക്ക് പരിക്ക്. പ്രതിഷേധവുമായി BJP. കൊടുങ്ങല്ലൂർ ബൈപ്പാസിന്റെ കിഴക്കുവശത്തും പടിഞ്ഞാറ് വശത്തുമുള്ള സർവീസ് റോഡുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് രാത്രിയിൽ ഓയിൽ അടിച്ചതെന്ന് ആരോപണം. ഇതുമൂലം ടൂ വീലർ യാത്രക്കാരുൾപ്പെടെ നിരവധി പേർ റോഡിൽ തെന്നിവീണ് പരിക്കേറ്റു. വണ്ടി നമ്മളിവിടെ തടഞ്ഞിരിക്കുകയാണ്. ഇതിന് ബന്ധപ്പെട്ട ആളുകള് കൃത്യമായിട്ട് വന്നിട്ട് ഒരു ഉറപ്പ് തരാണ്ട് നമ്മൾ എന്തായാലും ഈ വണ്ടിയും കൊടുക്കൂല, ഈ ജോലിക്കാരോട് പണി ചെയ്യാൻ സമ്മതിക്കില്ല. കൃത്യമായിട്ടൊരു നിലപാട് ഇതിന് ഉദ്യോഗസ്ഥന്മാരും NHAക്കാരും അതുപോലെ തന്നെ ഇതിന്റെ കോൺട്രാക്ടർമാരും കൃത്യമായിട്ട് നിലപാട് ഞങ്ങളോട് പറയാണ്ട് എന്തായാലും ഈ പണി മുന്നോട്ടുള്ള നമ്മൾ സമ്മതിക്കില്ല, വണ്ടി കൊണ്ടുപോകാൻ സമ്മതിക്കും. ഹെൽമെറ്റ് ഇപ്പൊ കൊച്ചുണ്ടായിരുന്നു, രണ്ടുപേരുണ്ടായി. അവളെ കളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയതിന് വോളിബോള് കേരള ടീമിലുള്ള ആളാണ്. കാലത്ത് ബോയ്സിൽ പ്രാക്ടീസ് ഉണ്ട്. വെളുപ്പിന് ഞങ്ങൾ രണ്ടുപേരും കൂടി വലിയ വരുന്നതാണ്. എന്ന് പുള്ളിയുടെ കാല് പിടിച്ച് കണ്ടില്ലേ? കണ്ടല് എടുക്കാൻ പറ്റില്ല. ഞാൻ കുളിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവാ. അപ്പൊ ഇവിടെ എന്താണ് ഇനി വേറെ ആരെങ്കിലൊക്കെ വീണിട്ടുണ്ടാ നോക്കാനായിട്ട് ഇങ്ങോട്ട് വന്നാണ്. അതിലുണ്ടേട്ടാ ഇത് ഹെൽമെറ്റ് ഇല്ലായിരുന്നെങ്കിൽ എന്റെ തലയെ കളിച്ച് പൊളിഞ്ഞു പോയനെ. കാല് കൂട്ടി പിടിച്ചേട്ടാ. ഇതിപ്പോ ഒരാഴ്ച നടക്കാൻ പറ്റില്ല. പരിക്കേറ്റവർ കൊടുങ്ങല്ലൂരിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അപകടത്തിൽപ്പെട്ട പലരുടെയും നില ഗുരുതരമാണ്. പ്രതിപക്ഷ നേതാവ് TS സജീവന്റെ നേതൃത്വത്തിൽ വാർഡ് കൌൺസിലർമാരായ ദീപ രാജേന്ദ്രൻ, അമ്പിളി ജയരാജ്, BJP ലോകമലേശ്വരം ഏരിയ പ്രസിഡന്റ് പരമേശ്വരൻകുട്ടി എന്നിവർ ചേർന്ന് റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. അപകടത്തിൽപ്പെട്ടവരുടെ ചികിത്സാ ചെലവും കേടായ വാഹനങ്ങളുടെ അറ്റകുറ്റച്ചെലവും ബന്ധപ്പെട്ടവർ ഏറ്റെടുക്കണമെന്നും അല്ലാത്തപക്ഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് TS സജീവൻ മുന്നറിയിപ്പ് നൽകി. കൊടുങ്ങല്ലൂർ ബൈപ്പാസിലെ പടാവളം സിഗ്നലിന്റെ അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇന്ന് രാവിലെ മുതല് പല ആളുകളും വിളിച്ചപ്പോഴാണ് അതിരൂക്ഷമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് അറിയുന്നത്. നമുക്കറിയാം, നിങ്ങൾ വന്ന പത്രമാധ്യമ സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ടാവും. ബൈപ്പാസിന്റെ കിഴക്കേ സർവീസ് റോഡില് ഈ ഓയിൽ അടിച്ചുകൊണ്ട്, അതായത് റോഡ് നിർമ്മാണത്തിനോട് ബന്ധപ്പെട്ട് ഓയിൽ അടിച്ചു. ഇന്നലെ രാത്രി അർദ്ധരാത്രിയാണ് ഈ ഓയിൽ അടിക്കുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. യാതൊരുവിധ മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഈ ഓയിൽ അടിക്കുന്ന സമയത്ത് ഈ സർവീസ് റോഡ് ബ്ലോക്ക് ചെയ്യാതെയാണ് ഈ ശിവാലയ ഗ്രൂപ്പിന്റെ ആളുകൾ ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ജനങ്ങളെ എന്താ പറയുക, ജനങ്ങളെ മുഖവിലേക്ക് എടുക്കാത്ത രീതിയിലുള്ള അതിക്രൂരം എന്താണ് പറയുന്നത്, വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി അവരിവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ ഓയിൽ വന്നിട്ട് വണ്ടികളൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മിഥുൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പം തന്നെ പാർട്ടിയുടെ ലോകമലേശ്വരം ഏരിയ പ്രസിഡന്റ് പരമേശ്വരൻകുട്ടി, അതുപോലെ തന്നെ നമ്മുടെ ബൈപ്പാസിനോട് ബന്ധപ്പെട്ടുള്ള രണ്ട് കൗൺസിലർമാര് അമ്പിളിയും, അതുപോലെ തന്നെ ദീപ രാജേന്ദ്രനും ഉൾപ്പെടെയുള്ള ആളുകൾ പെട്ടെന്ന് ഈ കാര്യങ്ങളിൽ ഇടപെടുകയും ഫയർഫോഴ്സിനെ വിളിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുകയും ഇവിടെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോഴേക്കും നിരവധി ആളുകൾ അപകടത്തിൽപ്പെട്ട് ഇന്ന് പല ആശുപത്രിയിലും ചികിത്സയിലാണ്. ഈ രാജു എന്ന് പറഞ്ഞ തേവാലി രാജു എന്ന് പറഞ്ഞ മഞ്ഞൾപ്പള്ളിയോടുള്ള ആള് ഈ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിക്കണം. അദ്ദേഹത്തിന്റെ തല പൊളിഞ്ഞിട്ട് മാരകമായിട്ടുള്ള പരിക്കാണ് അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമാണ്. അതുപോലെ തന്നെ ഈ ദേവൻ എന്ന് പറഞ്ഞൊരാള് ഷോൾഡറിൽ പൊട്ടിയിട്ട് ആശുപത്രിയിലുണ്ട്. അതുമാതിരി തന്നെ ബിജു പറമ്പിക്കുളങ്ങരയുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന ബിജു എന്ന് പറഞ്ഞ വ്യക്തി ആശുപത്രിയിലാണ്. നിരവധി സുരേഷ് എന്ന് പറഞ്ഞ ഇവിടെ മീൻ കച്ചവടം നടത്തുന്ന സുരേഷ്, അദ്ദേഹത്തിന്റെ കാലിന്റെ മുറിവ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ഇന്ന് റോഡിൽ വീണാണ് ഈ സ്ഥിതി. അപ്പൊ ഇത് വളരെ എന്താ പറഞ്ഞാൽ വളരെ ലാഘവത്തോടു കൂടി NHI ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രദ്ധിക്കപ്പെടാണ്ട് പോയ ഒരു കാര്യമാണിത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങള് ഈ പരിക്ക് പറ്റിയ ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് ചികിത്സാ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ NHI ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടുകൊണ്ട് ശിവാലയ ഗ്രൂപ്പ് ഏതാണ് ഈ കോൺട്രാക്ടർമാര്, ആ കോൺട്രാക്ടർമാര് ഇന്ന് ഫണ്ട് ഈടാക്കിക്കൊണ്ട് ഈ ആശുപത്രി കിടക്കുന്ന ആളുകൾക്കും പരിക്ക് പറ്റിയിട്ടുള്ള ആളുകൾക്കും ചികിത്സാ സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നഷ്ടപരിഹാരം കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലും കൌൺസിലർമാരുടെ നേതൃത്വത്തിലും റോഡ് തടയൽ ഉൾപ്പെടെയുള്ള നിരവധി സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത് ജനങ്ങളുടെ വെല്ലുവിളിയാണ്. ജനങ്ങളുടെ വെല്ലുവിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി നാളുകളായി ഈ ഭാഗത്ത് കൊടുങ്ങല്ലൂർ മേഖലയിലുള്ള ബൈപ്പാസിലെ പണികള് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയാണെങ്കിൽ കൂടി ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലാണ് ഈ NHI ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഈ കോൺട്രാക്ട് എടുത്തിട്ടുള്ള ശിവാലയ ഗ്രൂപ്പുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇത് നിരവധി സമരങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക്, അതുപോലെ തന്നെ നമുക്കറിയാം ഈ റോഡിൽ നമുക്കറിയാം പാലത്തിന്റെ കിഴക്കോട്ടും പടിഞ്ഞാട്ടും പോകുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ.
ഇവിടെ വന്നിട്ട് പല സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകള് ഈ ടൂ വീലറിനും സൈക്കിളിനും വന്നിട്ട് തല കുത്തി വീഴുന്ന ഒരു അവസ്ഥ ഈ റോഡിലുണ്ട്. ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം NHI ഉദ്യോഗസ്ഥന്മാരും ശിവാലയ ഗ്രൂപ്പുകാരും എടുത്തില്ലെങ്കിൽ ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ശക്തമായ സമര പരിപാടി. അത് മാത്രമല്ല, ഈ വീണിട്ടുള്ള ആളുകൾക്ക് പരിക്ക് പറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവർക്ക് നിയമപരമായിട്ട് കേസെടുക്കാനും കൂടി ഈ ശിവാലയ ഗ്രൂപ്പുകാർക്കും അതുപോലെ തന്നെ NHI ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസെടുക്കാനും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്.